ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ടുള്ള ക്ലൂ, ഇവിടെ ഒരു ത്രികോണം തന്നിട്ട് അതിന്റെ ഒരു സൈഡ് 4 ഒരു സൈഡ് 3 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ സൈഡ് നമുക്ക് അങ്ങോട്ട് കണ്ടുപിടിച്ചാലോ? ഇതിൽ കൂടെ പോയാൽ നമുക്ക് നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? മക്കളെ നോക്കിക്കേ, ഈ ഭാഗം ചെയ്യണമെങ്കിൽ ഇതൊരു മട്ട ത്രികോണമല്ലേ? അപ്പൊ നമുക്ക് പൈഥാഗറിയൻ തിയറം വെച്ചിട്ട് നമുക്കൊന്ന് മെല്ലെ മുന്നോട്ടേക്ക് പോയി നോക്കിയാലോ? എങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ടേക്ക് ചെയ്ത് നോക്കുക? ഈ സൈഡ് ഞാനൊരു എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് നമ്മുടെ മട്ട ത്രികോണത്തിന്റെ ലംബവശമാണ്, പെർപെൻഡിക്കുലർ ഭാഗമാണ് അല്ലേ? സോ ആ ലംബം സ്ക്വയർ, എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് വരിക? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ഹൈപ്പോടെന്യൂസ് ആയ 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ, ബേസിലുള്ള 3ന്റെ സ്ക്വയർ കേട്ടോ. ഈ ഹൈപ്പോടെന്യൂസ് ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും. ഇത് 90 ഉണ്ടെങ്കിൽ ഇവിടെയും 90 വേണമല്ലോ. ടോട്ടൽ 180 ഡിഗ്രി ഉണ്ടാവും. ഇവിടെയും കൂടെ ചേർത്ത് വെച്ചാൽ ലീനിയർ പെയർ. അപ്പൊ ഈ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ 4 ആണ് നമ്മുടെ ഹൈപ്പോടെന്യൂസ്. അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കിട്ടും. 4ന്റെ സ്ക്വയർ 16, 3യുടെ സ്ക്വയർ 9, 16 മൈനസ് 9 ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ 7 ആൻസർ കിട്ടും. ഈ കിട്ടിയ 7 എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ്. ഈ ലംബം സ്ക്വയർ അതാണ് എക്സ് സ്ക്വയർ, അതാണ് കിട്ടിയത് 7. ഈ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? ഒരു സൈഡ് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ ആൻസർ തന്നെ ആയിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ. അവിടെ ആൻസർ കിട്ടി. ഈ സ്ക്വയറിന്റെ ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളം എത്രയാ? ഇതിന്റെ ഏരിയ ആണ് 7, ഒരു സൈഡിന്റെ നീളം എത്രയാണെന്ന് നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.